ബെസ്റ്റ്. ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ പോരാളി വിപിൻ്റെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി കൈപോയി. ഈശ്വരി, പടക്കം പൊട്ടി കൈപോയി. കോൺഗ്രസ് ഓഫീസ് തകർത്ത കേസ് ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഇദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ CPM പൊട്ടിയപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയെ ബോംബെറിഞ്ഞ് വരവേൽക്കാനിരുന്ന വിപിൻ പോരാളിയുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി. എന്തു ചെയ്യാനാ, ഒരു രക്തസാക്ഷിയെ ജസ്റ്റ് മിസ്സായി. സാരമില്ല, ഇനിയും ശ്രമിക്കാമല്ലോ. പക്ഷെ മറ്റൊരു സുപ്രധാനമായ കാര്യം ഞങ്ങൾക്ക് ഉണർത്തിക്കാനുണ്ട് സഖാക്കളെ. എത്രയും പെട്ടെന്ന് ഈ ബോംബ് നിർമ്മാണ യൂണിറ്റ് ഒരു സ്റ്റാർട്ടപ്പായി മാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് വിദേശ നാണ്യം സമാഹരിച്ചുകൂടാ? അതുകൊണ്ട് അത്തരം ചിന്ത മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ശബരിമലയിൽ സ്വർണം ചെമ്പാക്കുന്ന വിദ്യ, പിണറായിയിൽ ബോംബ് പടക്കമാക്കുന്ന വിദ്യ. ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊന്നും ഒരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് എത്ര സത്യം. ബോംബല്ല ബോംബല്ല കൈ ബോംബല്ല, സ്ഫോടക വസ്തുക്കളുമല്ല, ക്രിസ്മസിന് പൊട്ടിക്കാൻ കൊണ്ടുവന്ന പടക്കങ്ങളാണ്. ഇത് 25-ലെ അന്തം കമ്മി ഫലിതമാണല്ലോ. ബോംബല്ല ബോംബല്ല കൈ ബോംബല്ല, സ്ഫോടക വസ്തുക്കളുമല്ല, ക്രിസ്മസിന് പൊട്ടിക്കാൻ കൊണ്ടുവച്ച പടക്കങ്ങളാണ്. ഇത് 25-ലെ അന്തം കമ്മി ഫലിതമാണല്ലോ.